വെൽക്കം ടു MSJ മാത്തമാറ്റിക്സ് ടോപ്പോളജിയുടെ സെക്കൻഡ് സെക്ഷനിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ആദ്യം തന്നെ കുറച്ച് സെറ്റുകൾ തന്നിട്ട് അത് മെട്രിക് സ്പേസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ അതെങ്ങനെ നമുക്കൊരു മെട്രിക് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാം എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. RN എന്ന് പറയുന്ന ഒരു സെറ്റുണ്ട്, D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഡിഫൈൻ ചെയ്തിരിക്കുവാണ്. അങ്ങനെയുള്ളൊരു മെട്രിക് സ്പേസ്, അവിടുത്തെ ഡിസ്റ്റൻസിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? x1 x2 എക്സെട്ര xn y1 y2 എക്സെട്ര yn എന്ന് പറയുന്നത് സമ്മേഷൻ xi മൈനസ് yi ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 നമ്മുടെ നോർമൽ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ കൊണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുവാണ്. ഇത് മെട്രിക് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. ആദ്യത്തെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സമ്മേഷൻ xi മൈനസ് yi ദ ഹോൾ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ വിൽ ഓൾസോ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതുപോലെ ഈ ഒരു ഡിസ്റ്റൻസിൻ്റെ വാല്യൂ 0ക്ക് ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? സമ്മേഷൻ ഓവർ i equal to 1 to n xi minus yi the whole square the whole raised to 1/2 ആർക്ക് ഈക്വൽ ആവും? 0ക്ക് ഈക്വൽ ആവും. അതായത് സമ്മേഷൻ xi മൈനസ് yi the whole square 0ക്ക് ഈക്വൽ ആവും, വിച്ച് മീൻസ് സമ്മേഷൻ xi മൈനസ് yi ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് xi ഈക്വൽ ടു yi. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഓഫ് x, y ഈക്വൽ ടു 0 ആണെങ്കിൽ x ഈക്വൽ ടു y എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളിവിടെ xi ഈക്വൽ ടു yi പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് d ഓഫ് x, y d ഓഫ് y, xന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ d ഓഫ് x, y എന്ന് പറയുന്നത് നമുക്ക് സമ്മേഷൻ ഈക്വൽ ടു 1 to n xi മൈനസ് yi ദ ഹോൾ സ്ക്വയർ ആണ്. അതിൽ നമ്മൾ xiയും yiയും ഇൻ്റർചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് സ്ക്വയർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ വലിയ വ്യത്യാസം വരത്തില്ല. കാരണം a മൈനസ് ബി ദ ഹോൾ സ്ക്വയറും b മൈനസ് എ ദ ഹോൾ സ്ക്വയറും സെയിം ആണ്. അതിനുശേഷം നമ്മളത് ജസ്റ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ഇത് ആരുടെ ഫോം ആവും? d ഓഫ് yi, xi എന്നുള്ള ഫോമിലോട്ട് മാറും. അതായത് d ഓഫ് y1 y2 എക്സെട്ര yn, x1 x2 എക്സെട്ര xn എന്നുള്ള രീതിയിലോട്ട് എത്തും. ഇനി നമുക്ക് മൂന്നാമത്തെ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. മൂന്നാമത്തെ കണ്ടീഷനിൽ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? d ഓഫ് x, y ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു d ഓഫ് x, z പ്ലസ് d ഓഫ് z, y എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ d ഓഫ് x1 x2 എക്സെട്ര xn y1 y2 എക്സെട്ര yn എന്ന് എടുത്തു. അതിന് നമ്മൾ സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi മൈനസ് yi ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 എന്ന് കൊടുത്തു. അതിനകത്തൊരു z ആയി ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുവാണ്. നമുക്ക് എന്ത് ചെയ്യാം? മിൻകൗസ്കി ഇനീക്വാലിറ്റി യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായത് സമ്മേഷൻ xi മൈനസ് z i ദ ഹോൾ സ്ക്വയർ എന്നും ദ ഹോൾ റേസ് ടു 1/2, അതുപോലെ തന്നെ സമ്മേഷൻ i ഈക്വൽ ടു 1 to n z i മൈനസ് yi ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2. അത് ഓൾറെഡി എന്ത് ചെയ്തു? ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കുറച്ച് മെയിൻ കണ്ടീഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് മെയിൻ ആയിട്ടുള്ള കുറച്ച് മെട്രിക്സുകളെ പരിചയപ്പെടാൻ പോവുകയാണ്. അതിൽ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മെട്രിക്സ് ആണ് ടാക്സിക്യാബ് മെട്രിക്. എന്താണ് ടാക്സിക്യാബ് മെട്രിക്? നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന മെട്രിക്കിൽ d' എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ rn ക്രോസ് rn എന്ന് പറയുന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്യുവാണ്. x എന്ന് പറയുന്നത് x1 x2 എക്സെട്ര xn, y ഈസ് ഈക്വൽ ടു y1 y2 എക്സെട്ര yn. അങ്ങനെയെങ്കിൽ d' ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് സമ്മേഷൻ i ഈക്വൽ ടു 1 to n മോഡ് xi മൈനസ് yiക്ക് ഈക്വൽ ആയിരിക്കും. ഈ കണ്ടീഷനാണ് നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത്. rn ക്രോസ് rn എന്ന് പറയുന്ന സെറ്റിൽ d' എന്ന് പറയുന്ന ഫംഗ്ഷൻ എലോങ് വിത്ത് ദി സെറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സിക്യാബ് മെട്രിക് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടുത്തെ d' എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരാണ്? സമ്മേഷൻ i ഈക്വൽ ടു 1 to n മോഡ് xi മൈനസ് yiക്ക് ഈക്വൽ ആണ്. ഈ മോഡ് xi മൈനസ് yi ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ d' ഓഫ് x, y is greater than or equal to 0. മോഡുലസ് ഫംഗ്ഷൻ പോസിറ്റീവ് ആണ്. സോ d' ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതിനുശേഷം തൊട്ട് മുന്നത്തെ സെക്ഷൻസിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ d' ഓഫ് x, y എന്ന് പറയുന്നത് d' ഓഫ് y, xന് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. അതിനുവേണ്ടി സമ്മേഷൻ i ഈക്വൽ ടു 1 മോഡുലസിനകത്ത് a മൈനസ് ബി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് b മൈനസ് എക്ക് ഈക്വൽ ആയിരിക്കും. സോ നമുക്കതിനെ ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. അതിനുശേഷം d' ഓഫ് x, y ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു d' ഓഫ് x, z പ്ലസ് d' ഓഫ് z, y എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ ഒരു കണ്ടീഷനകത്തൊരു മൈനസ് zഐയും പ്ലസ് zഐയും കൊണ്ടുവരുന്നു. സെപ്പറേറ്റ് ഇനീക്വാലിറ്റീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. അതിനുശേഷം അത് നമ്മുടെ ഒറിജിനൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ടാക്സിക്യാബ് മെട്രിക് 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ മെട്രിക് സ്പേസ് ആൻഡ് ദ കണ്ടീഷൻ ഈസ്
ഡി ഡാഷ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 മോഡ് എക്സ് ഐ മൈനസ് വൈ ഐ. നോർമലി ടാക്സിക്യാബ് മെട്രിക് നമ്മൾ വരയ്ക്കുമ്പോഴേക്കും ഇവിടുത്തെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് നോർമലി ഒരു ട്രയാങ്കിളിൻ്റെ കേസിൽ ഹൈപ്പോട്ന്യൂസ് ആയിരിക്കും നമ്മുടെ ടാക്സിക്യാബ് മെട്രിക് ആയിട്ട് യൂഷ്വലി വരാറുള്ളത്. അടുത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന മെട്രിക്കാണ് മാക്സ് മെട്രിക്. മാക്സ് മെട്രിക് എന്ന് പറയുന്നതും തൊട്ട് മുന്നത്തെ പോലെ തന്നെ വേറൊരു കണ്ടീഷനാണ്. ഡി ഡബിൾ ഡാഷ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് ആർ എൻ ക്രോസ് ആർ എൻ എന്ന് പറയുന്ന സെറ്റിൽ. അപ്പോൾ ആർ എൻ ക്രോസ് ആർ എൻ എന്ന് പറയുന്ന സെറ്റ് എലോങ് വിത്ത് ഡി ഡബിൾ ഡാഷ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, മാക്സ് മെട്രിക് എന്ന് പറയുന്ന ഒരു മെട്രിക് സ്പേസ് ആണെന്ന് പറയാം. ആ ഡി ഡബിൾ ഡാഷ് ഓഫ് എക്സ് കോമ വൈ ആർക്ക് ഈക്വൽ ആയിരിക്കും മാക്സിമം ഓഫ് സെറ്റ് മോഡുലസ് ഓഫ് x1, y1, x2 മൈനസ് y2, എക്സെട്ര xn, yn. ഇത് നമുക്ക് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം മോഡുലസ് ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ ഡി ഡബിൾ ഡാഷ് ഓഫ് എക്സ് കോമ വൈയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ക്ക് ഈക്വൽ ആയിരിക്കും. മോഡുലസ് ഫംഗ്ഷനകത്ത് a മൈനസ് ബിയും ബി മൈനസ് എയും സെയിം ആയതുകൊണ്ട് തന്നെ ഡി ഡബിൾ ഡാഷ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് ഡി ഡബിൾ ഡാഷ് ഓഫ് വൈ കോമ എക്സിന് ഈക്വൽ ആയിരിക്കും. ഇസഡ് എന്ന് പറയുന്നത് Z1, Z2 എക്സെട്ര ZN ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒറിജിനൽ മെട്രിക്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഓരോ മൈനസ് Z1 പ്ലസ് Z1 അങ്ങനെ ഓരോ മൈനസ് ZI പ്ലസ് ZIകൾ നമ്മൾ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുവാണ് ഫോർ I ഈക്വൽ ടു 1 to n. അതിനുശേഷം നമ്മൾ അതിനെ ട്രയാങ്കുലർ ഇനീക്വാലിറ്റി യൂസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ്. സോ ദാറ്റ് നമുക്ക് ഒറിജിനലി ആവശ്യമുള്ള കണ്ടീഷനിലോട്ട് കിട്ടുന്നു. ഹിയർ ഓൾസോ ദ 3 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് എ മെട്രിക് സ്പേസ്. അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന മെട്രിക് സ്പേസിനെയാണ് നമ്മൾ മാക്സ് മെട്രിക് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ മൂന്നാമതായിട്ട് ഡിഫൈൻ ചെയ്യാൻ പോകുന്ന മെട്രിക് സ്പേസ് ആണ് ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ഒരു ആർബിട്രറി സെറ്റ് എടുത്തു. ഡി ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് 0 ഇഫ് എക്സ് ഈക്വൽ ടു വൈ ആൻഡ് 1 ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ. ഡി എന്ന് പറയുന്ന മെട്രിക്കിനെ നമ്മൾ ഡിസ്ക്രീറ്റ് മെട്രിക് എന്നും ഈ ഡിസ്ക്രീറ്റ് മെട്രിക്ക് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്താൽ അതിന് നമ്മൾ ഡിസ്ക്രീറ്റ് മെട്രിക് എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ അടുത്ത് നമ്മളിവിടെ പറയാൻ പോകുന്നത് തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണിക്കണം. പക്ഷേ ഇവിടുത്തെ പ്രൂഫ് നമ്മൾ 3 കേസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ കേസ്, അതിൽ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് നോർമലി ഫസ്റ്റ് 2 കണ്ടീഷൻസും നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ പറയുവാണ്. അതിനുശേഷം 3 കേസസ് നമുക്ക് നോക്കാം. ആദ്യം ഡി ഓഫ് എക്സ് കോമ വൈ 0ക്ക് ഈക്വൽ ആണെങ്കിൽ എക്സ് വൈക്ക് ഈക്വൽ ആണ്. സോ ദ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. അതുപോലെ തന്നെ ഡി ഓഫ് എക്സ് കോമ വൈ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ക്ക് ഈക്വൽ ആയിരിക്കും. ഡി ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എക്സ് ഈക്വൽ ടു വൈ. സോ വൈ ഈസ് ഓൾസോ ഈക്വൽ ടു എക്സ്. സോ ഡി ഓഫ് വൈ കോമ എക്സ് ഈക്വൽ ടു 0. ഇനി നമ്മുടെ ഈ കണ്ടീഷൻ മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ 3 കേസസ് പറയുന്നത്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് എക്സ് വൈക്ക് ഈക്വൽ ആണ്, എന്നാൽ എക്സ് ഇസഡിന് ഈക്വൽ അല്ല, ഇസഡ് വൈക്ക് ഈക്വൽ അല്ല. അങ്ങനെ എങ്കിൽ ഇസഡ് എക്സിന് ഈക്വൽ അല്ല എങ്കിൽ നമ്മളിവിടെ പറഞ്ഞു ഈക്വൽ അല്ലാത്ത കണ്ടീഷൻസിന് 1ന് ഈക്വൽ ആണ്. സോ ഡി ഓഫ് എക്സ് കോമ ഇസഡ് എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും, 1ന് ഈക്വൽ ആയിരിക്കും. ഡി ഓഫ് ഇസഡ് കോമ വൈ എന്ന് പറയുന്നതും 1ന് ഈക്വൽ ആയിരിക്കും. ഡി ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എക്സും വൈ ഈക്വൽ ആയതുകൊണ്ട് 0ക്ക് ഈക്വൽ ആയിരിക്കും. സോ ആ കണ്ടീഷൻസ് വരുമ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ ദ കണ്ടീഷൻ ഈസ് ട്രൂ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ് ഇപ്പോൾ ഈക്വൽ ടു വൈ എന്ന് എടുത്തു. അടുത്ത് നമ്മൾ എക്സ് നോട്ട് ഈക്വൽ ടു വൈ, ഇസഡ് നോട്ട് ഈക്വൽ ടു എക്സ് ബട്ട് ഇസഡ് ഈക്വൽ ടു വൈ എന്ന കണ്ടീഷൻ എടുക്കുന്നു കേസ് 2 ആയിട്ട്. മൂന്നാമത്തെ കേസായിട്ട് എടുക്കാൻ പോകുന്നത് എക്സ് നോട്ട് ഈക്വൽ ടു വൈ, എക്സ് നോട്ട് ഈക്വൽ ടു ഇസഡ് ആൻഡ് ഇസഡ് ഈക്വൽ ടു വൈ. ആ ഒരു രീതിയിലാണ് നമ്മൾ 3 കണ്ടീഷൻസ് എടുക്കാനായിട്ട് പോകുന്നത്. തൊട്ടടുത്ത കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതിന് ഈ നോട്ട് ഈക്വൽ ടു വരുന്ന കേസിൽ 1ഉം ഈക്വൽ ടു വരുന്ന കേസിൽ 0യും ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കുന്നു. അതിനുശേഷം വാല്യൂസ് റീപ്ലേസ് ചെയ്തതിന് ശേഷം സം എഴുതുന്നു. അതുപോലെ തന്നെ കേസ് 3 നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇൻറ്റഗ്രൽസിൻ്റെ കേസാണ്. അതായത് തൊട്ടടുത്ത കണ്ടീഷനാണ്. പുതിയൊരു മെട്രിക് സ്പേസ് നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു കണ്ടിന്യൂസ് സെറ്റ് ക്ലോസ്ഡ് എ കോമ ബി നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് റോ ഓഫ് എഫ് കോമ ജി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ എ ടു ബി മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് മോഡ് ജി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള രീതിയിൽ എഴുതുവാണ്. അങ്ങനെയെങ്കിൽ ഇത് നമ്മുടെ മെട്രിക് സ്പേസിൻ്റെ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. ഇവിടെ നമ്മുടെ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ റോ ഓഫ് എഫ് കോമ ജി എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അവർ പരസ്പരം ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിന് ഈക്വൽ ആണ്, ഈക്വൽ ടു 0 വരുന്ന കണ്ടീഷനിൽ. ഇനി അടുത്ത സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് സിമ്പിളായിട്ട് തന്നെ പ്രൂവ് ചെയ്യാം. അതിനുശേഷം
നമ്മുടെ ലാസ്റ്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തൊട്ട് മുന്നേ ഒരു ഇസഡ് എന്ന് പറയുന്ന വേരിയബിളാണ് യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ -h(x) + h(x) അങ്ങനെ ഒരു ഫംഗ്ഷനാണ് കൊടുക്കുന്നത്. അതിനുശേഷം തൊട്ട് മുൻപത്തെ സെക്ഷൻസിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ a to b സ്പ്ലിറ്റ് ചെയ്യുന്നു ബൈ ട്രയാങ്കുലർ ഇനീക്വാലിറ്റി. അതിനുശേഷം നമ്മൾ അതിനനുസരിച്ചിട്ട് റോ ഓഫ് f, g എന്ന് പറയുന്നത് റോ ഓഫ് <= റോ ഓഫ് f, h പ്ലസ് റോ ഓഫ് h, g എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യുന്നു. അടുത്ത ലാസ്റ്റ് മെട്രിക് ആണ് സുബ് മെട്രിക്. അപ്പോൾ നമ്മളിവിടെ സുപ്രീമത്തിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് a, b. റോ ഡാഷ് ഓഫ് f, g എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് സെറ്റ് mod f of x minus g of x such that x element of closed a, b. തൊട്ട് മുന്നത്തെ പോലെ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി പറയുന്നു. ഇവിടെയും h of x എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് വേറെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. തൊട്ട് മുന്നേ ചെയ്ത സെക്ഷൻസ് എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്യേണ്ടതാണ്. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒരു പുതിയ സെക്ഷനാണ് ബൗണ്ടഡ് സെറ്റ്. ബൗണ്ടഡ് സെറ്റിനെ പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ക്യാപിറ്റൽ x, d എന്ന് പറയുന്ന ഒരു മെട്രിക് സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ ക്യാപിറ്റൽ A എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് എക്സിൻ്റെത് കൺസിഡർ ചെയ്യുന്നു. അവിടെ നമ്മൾ x എന്നും y എന്നും പറയുന്ന 2 പോയിൻറ്റ്സിനെ ക്യാപിറ്റൽ A എന്ന് പറയുന്ന ഈ നോൺ എംപ്റ്റി സെറ്റിൽ നിന്ന് എടുക്കുകയും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്ത ആ ഒരു സബ്സെറ്റ് എന്ന് പറയുന്നത് ബൗണ്ടഡ് സെറ്റാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ d of x, y എന്ന് പറയുന്നതിന് സുപ്രീമം ഉണ്ട് എങ്കിൽ ആ ഡിസ്റ്റൻസിന് നമുക്ക് ഡയമീറ്റർ എന്ന് പറയാനായിട്ട് സാധിക്കും. കംപ്ലീറ്റ്നെസ്സിന് വേണ്ടി ഒരു എം ഡി സെറ്റിൻ്റെ ഡയമീറ്റർ 0 ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന സെറ്റ് ബൗണ്ടഡ് ആണ് എങ്കിൽ x, d എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് മെട്രിക് സ്പേസ് ആണ്. അടുത്തതായിട്ട് നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ഒരു യൂണിറ്റ് സ്ക്വയർ x = ordered pair x1, y, x2 such that 0 < or xi < 1. അപ്പോൾ ഇതൊരു യൂണിറ്റ് സ്ക്വയറിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ കേസിലുള്ള യൂഷ്വൽ മെട്രിക് എന്താണ്, അതുപോലെ മാക്സ് മെട്രിക് എന്താണ്, ടാക്സിക്യാബ് മെട്രിക് എന്താണ്, അതുപോലെ ഡിസ്ക്രീറ്റ് മെട്രിക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോർമലി ഇതൊരു സ്ക്വയർ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു യൂണിറ്റ് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ സ്ക്വയർ വരുന്നത്. ആ സ്ക്വയറിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 1, 1, 1, -1, -1, -1, -1 എന്നുള്ള രീതിയിൽ നിൽക്കും. നമ്മുടെ യൂഷ്വൽ മെട്രിക് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫംഗ്ഷനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂഷ്വൽ മെട്രിക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡയഗണൽ ആയിരിക്കും. അതായത് ഹൈപ്പോട്ന്യൂസ്, ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ഹൈപ്പോട്ന്യൂസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോഴേക്കും √2 എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. ഇവിടെ യൂഷ്വൽ മെട്രിക് എന്ന് പറയുന്നത് 2 പോയിൻറ്റ്സ് തമ്മിലുള്ള സമ്മിനെയായിരിക്കും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ √1 - 1 the whole square plus 1 - -1 the whole square എന്നുള്ള രീതിയിൽ വരും. സോ ഇറ്റ് ഈസ് √2. എല്ലായിടവും ഐഡൻറ്റിക്കൽ ആയിട്ടാണ് വരുന്നത്. ടാക്സിക്യാബ് മെട്രിക് നമ്മൾ പറയുന്ന ടൈമിന് നേരത്തെ പറഞ്ഞതുപോലെ ഹൈപ്പോട്ന്യൂസ് നോക്കും. സോ √1 - -1 the whole square plus 1 - -1 the whole square which is √1 + 1 which is equal to √2 + 2 which is equal to √4. So the diameter becomes 2. And max മെട്രിക്കിൻ്റെ കേസ് വരുമ്പോഴേക്കും നമ്മൾ മാക്സിമം ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടുത്തെ ഡിസ്റ്റൻസിൻ്റെ മാക്സിമം 1 ആണ്. ഇവിടെ 1 ആണ്, ഇത് 1 ആണ്, ഇത് 1 ആണ്. അതുകൊണ്ട് തന്നെ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാക്സിമം എന്ത് തന്നെ ആയിരിക്കും? 1 ആയിരിക്കും. ഡിസ്ക്രീറ്റ് വരുന്ന കേസിൽ ഇവിടെ നമുക്ക് 1, 1, 1, -1 ഈ പോയിൻറ്റ്സ്, നോർമലി ഇതിലുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത് പരസ്പരം ഈക്വൽ അല്ല. x ≠ y എന്ന കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ ഡിസ്ക്രീറ്റ് മെട്രിക്കിൻ്റെ വാല്യൂ 1ന് ഈക്വൽ ആയിരിക്കും. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജസ്റ്റ് ഒരു ഡെഫിനിഷനാണ്. x, d എന്ന് പറയുന്ന ഒരു മെട്രിക് സ്പേസ് ഉണ്ട്. ക്യാപിറ്റൽ A അതിലൊരു നോൺ എംപ്റ്റി സബ്സെറ്റാണ്. എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന സെറ്റിലുള്ളൊരു പോയിൻ്റാണ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന വലിയൊരു സെറ്റുണ്ട്, ക്യാപിറ്റൽ A എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് ഉണ്ട്, സ്മോൾ എക്സ് എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്മോൾ എക്സിൽ നിന്ന് ക്യാപിറ്റൽ A എന്ന് പറയുന്ന സെറ്റിലോട്ടുള്ള പോയിൻറ്റിന് നമുക്ക് ഇൻഫൈമം ഓഫ് സെറ്റ് d of x, y such that y element of A എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഉള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇനി നമുക്ക് തൊട്ട് മുന്നേ പറഞ്ഞ ടാക്സിക്യാബ്, മാക്സ് മെട്രിക്, ഡിസ്ക്രീറ്റ് മെട്രിക്, യൂഷ്വൽ മെട്രിക് ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ആദ്യത്തെ പ്രോബ്ലത്തിൽ എ എന്ന് പറയുന്നത് 2, 1, ബി എന്ന് പറയുന്നത് 3, 4 എന്ന് പറഞ്ഞ് 2 പോയിൻറ്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോർമലി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ മതി. നോർമലി കണ്ടുപിടിക്കുന്നത് പോലെ നമുക്ക് ഡിസ്റ്റൻസ് √10 എന്ന് കിട്ടും.
ടാക്സിക്കാവ് മെട്രിക് കണ്ടുപിടിക്കുമ്പോഴേക്കും നമ്മൾ സമ്മേഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞ ഫോർമുലയുണ്ട്, സമ്മേഷൻ മോഡ് എക്സ് ഐ മൈനസ് വൈ ഐ. സോ സമ്മേഷൻ എക്സ് വൺ മൈനസ് വൈ വൺ പ്ലസ് പ്ലസ് വൈ വൺ മൈനസ് വൈ ടു എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. സോ അത് 4 എന്ന് കിട്ടും. മാക്സ് മെട്രിക് എന്ന് പറയുന്നത് ഇവിടത്തതിലെയും മാക്സിമം വാല്യൂ ആണ്. സോ ഇറ്റ് ഈസ് 3. ആൻഡ് ഇവിടെയും നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1 ആണ്, കാരണം എ നോട്ട് ഈക്വൽ ടു ബി എന്ന കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു സെറ്റിനാണ് ഡിഫൈൻ ചെയ്യുന്നത്. സെറ്റ് ഓഫ് എക്സ് ഈക്വൽ ടു ഓർഡർഡ് ബൈ x1, y1, x2 സച്ച് ദാറ്റ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. നമുക്കറിയാം ഇത് ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് സർക്കിൾ with the region inside it. So it represents a unit disk with the region inside it. അതിൽ b ഈക്വൽ ടു 1,1 എന്ന് പറയുന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ യൂഷ്വൽ ടാക്സി ക്യാബ് മാക്സ് ആൻഡ് ഡിസ്ക്രീറ്റ് മെട്രിക് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് 1,1 ആണ്. അപ്പോൾ ഈ 1,1ൽ നിന്ന് സർക്കിളിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സർക്കിളിലെ ഇവിടുത്തെ പോയിന്റ് 1,0യും ഇവിടുത്തെ പോയിന്റ് 0,1 എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോർമലി ഈ ഒരു 1,1 എന്ന് പറയുന്ന പോയിൻറ്റും ഒറിജിനും കൂടെ ജോയിൻ ചെയ്ത് വരച്ചാൽ ആ പോയിൻ്റ് ആരായിരിക്കും, ആ ഒരു ലൈൻ ആരായിരിക്കും, y ഈക്വൽ ടു എക്സ് എന്ന ഇക്വേഷനുള്ള ലൈൻ ആയിരിക്കും. സോ ഇവിടെ ഉള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നതും എക്സ് വൈക്ക് ഈക്വൽ ആയിരിക്കും. സോ ഇവിടുത്തെ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ൽ x1ഉം x2ഉം സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് x2ന് പകരം x1 കൊടുക്കാം. സോ x1 സ്ക്വയർ പ്ലസ് x1 സ്ക്വയർ ഈക്വൽ ടു 1. സോ 2x1 സ്ക്വയർ ഈക്വൽ ടു 1 ആൻഡ് x1 ഈക്വൽ ടു 1/√2 ആൻഡ് x2 ഈക്വൽ ടു 1/√2. നമ്മൾ അത് എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇവിടുത്തെ പോയിന്റ് കിട്ടി, മറ്റത് 1ഉം 1ഉം ആണെന്നറിയാം. സോ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് ഓഫ് x1 1 മൈനസ് 1/√2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് 1/√2 ദ ഹോൾ സ്ക്വയർ സിംപ്ലിഫൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് റൂട്ട് ഓഫ് 2 ഇൻറ്റു √2 മൈനസ് 1/√2 ദ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ടാക്സി ക്യാബ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടാക്സി ക്യാബ് എന്ന് പറയുന്നത് ആരാണ്? സമ്മേഷൻ xi മൈനസ് വൈ ഐ പ്ലസ് സമ്മേഷൻ xi മൈനസ് വൈ ഐ, അതായത് x1 മൈനസ് y1ൻ്റെ മോഡുലസ് പ്ലസ് x2 മൈനസ് y2ൻ്റെ മോഡുലസ്. സോ ഈ വാല്യൂവിൻ്റെ മോഡുലസ് പ്ലസ് ഈ വാല്യൂവിൻ്റെ മോഡുലസ് വിത്തൗട്ട് ദി സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, അത് നമ്മൾ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് √2 ഇൻറ്റു √2 മൈനസ് 1 എന്നുള്ള വാല്യൂയിലോട്ട് കിട്ടും. അതിനുശേഷം നമ്മുടെ മാക്സ് മെട്രിക്, അതിലുള്ള മാക്സിമം വാല്യൂ അതെന്ന് പറയുന്നത് 1 മൈനസ് 1/√2 ആണ്. ഇവിടെയും എക്സ് നോട്ട് ഈക്വൽ ടു വൈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡിസ്ക്രീറ്റ് മെട്രിക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ് എന്ന് കിട്ടും. അടുത്ത നമ്മളത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഷോ ദാറ്റ് ഇഫ് x, d is a metric space with discrete metric d and a subset of x with at least 2 members, then diameter of capital A is 1. diameter 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ആ ഒരു സെറ്റിൽ 2 മെമ്പേഴ്സ് ആണുള്ളതെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിൽ എക്സ് എന്നും വൈ എന്നും പറയുന്ന 2 മെമ്പേഴ്സ് ആണുള്ളത്. എക്സ് 0ക്ക് ഈക്വൽ അല്ല. അവിടുത്തെ ഡിസ്റ്റൻസ് എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1ന് ഈക്വൽ ആണെങ്കിൽ അവിടുത്തെ ഡയമീറ്റർ എന്ത് തന്നെ ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. അടുത്ത പ്രോബ്ലം പറയുന്നത് ക്യാപിറ്റൽ x, d എന്ന് പറയുന്ന ഒരു മെട്രിക് സ്പേസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് എക്സിൻ്റെ സബ്സെറ്റ് ആണ് എങ്കിൽ ഡയമീറ്റർ ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ ഫ്യൂവർ ദാൻ 2 മെമ്പേഴ്സ് ഇഫ് ആൻഡ് വൺലി ഇഫ് കണ്ടീഷനാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഡയമീറ്റർ 0 ആണെന്ന് പറയുമ്പോഴേക്കും എന്താ മീൻ ചെയ്യുന്നത്? അവിടുത്തെ ആ ഒരു 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് 2 പോയിൻറ്റ്സും സെയിം ആണ് എന്നുള്ളൊരു കണ്ടീഷനിലാണ് വരുന്നത്. അപ്പോൾ 2 പോയിൻറ്റ്സ് സെയിം ആണെങ്കിൽ അത് ഒന്നുകിൽ ഒരു സിംഗിൾട്ടൺ സെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ്നെസ്സിന് വേണ്ടി ഒരു എം ടി സെറ്റിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എം ടി സെറ്റിൻ്റെ ഡയമീറ്റർ 0 ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം ഡയമീറ്റർ 0 ആണെന്ന് പറയുമ്പോൾ ഏതൊക്കെ 2 കണ്ടീഷൻസാണ് വരുന്നത്? ഒന്നുകിൽ അതൊരു സിംഗിൾട്ടൺ സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു എം ടി സെറ്റ് ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഒരു സെറ്റിന് ഫ്യൂവർ ദാൻ 2 മെമ്പേഴ്സ് ആണെങ്കിൽ ഡയമീറ്റർ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുവാണ് ക്യാപിറ്റൽ എക്ക് ഫ്യൂവർ ദാൻ 2 മെമ്പേഴ്സ് ആണുള്ളത്. അങ്ങനെയെങ്കിൽ ഡയമീറ്റർ ഓഫ് ക്യാപിറ്റൽ എ 0ക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിന് ഫ്യൂവർ ദാൻ 2 മെമ്പേഴ്സ് ആണുള്ളത്. എന്നാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഒന്നുകിൽ അവിടെ ഒരു മെമ്പർ വരാം, അല്ലെങ്കിൽ 0 മെമ്പേഴ്സ് വരാം. 0 മെമ്പേഴ്സ് വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ മീൻ ചെയ്യുന്നത് എന്തുവാ? എം ടി സെറ്റാണ്. എം ടി സെറ്റിൻ്റെ ഡയമീറ്റർ നമുക്കറിയാം 0 ആണ്. അതുപോലെ തന്നെ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുമ്പോഴേക്കും എക്സും വൈയും പരസ്പരം ഈക്വൽ ആയിരിക്കും. സോ അവിടുത്തെ ഡയമീറ്റർ എന്ത് തന്നെ ആയിരിക്കും? 0 ആയിരിക്കും. സോ നമുക്കതിനെ ഇഫ് ആൻഡ് വൺലി ഇഫ് കണ്ടീഷൻ എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് പിക്ടോറിക്കലി ഇൻ R2 the set of points x whose distance from the origin is less than or equal to 1
വിത്ത് റെസ്പെക്ട് ടു ഈച്ച് ഓഫ് ദ ഫോളോയിങ് മെട്രിസസ്. അപ്പോൾ നമ്മുടെ യൂക്ലിഡിയൻ മെട്രിക് ആണ് തന്നിട്ടുള്ളത് D2. അപ്പോൾ ഒറിജിനൽ മെട്രിക്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, അതായത് ഒറിജിനിൽ നിന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരുന്ന സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ആരുടെ കളക്ഷനാണ്? അതൊരു ഡിസ്കിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് തന്നെ അകത്തുള്ള റീജിയനും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. അതായത് റൂട്ട് ഓഫ് എക്സ് square plus y square is less than or equal to 1. On squaring we get x square plus y square is less than or equal to 1. So it represents a closed disk with the region inside it shaded. ആ ഒരു റീജിയൻ ആയിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ ടാക്സി ക്യാബ് മെട്രിക് വരുമ്പോൾ എന്ത് വരും? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. നമ്മൾ അതിനെ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് കിട്ടും വിത്ത് ദ റീജിയൻ ഇൻസൈഡ് ആസ് വെൽ ആസ് ദ ബൗണ്ടറി ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫിഗർ. അടുത്ത മാക്സ് മെട്രിക് വരുമ്പോഴേക്കും മാക്സിമം ഓഫ് മോഡ് എക്സ് കോമ മോഡ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ യൂണിറ്റ് സ്ക്വയർ വിച്ച് ഈസ് സെൻറ്റേർഡ് അറ്റ് ദ ഒറിജിൻ വിത്ത് വേർട്ടിസസ് 1, 1, -1, -1, 1, -1 ആൻഡ് -1, 1 എന്നുള്ള രീതിയിലുള്ളൊരു സ്ക്വയർ വരും. ഹിയർ ഓൾസോ ദ റീജിയൻ ഇൻസൈഡ് ആസ് വെൽ ആസ് ഓൺ ദ ആൻഡ് ദ ബൗണ്ടറി ലൈൻ സെഗ്മെൻറ്റ്സ് ആർ ഓൾസോ ഇൻക്ലൂഡഡ്. ഡിസ്ക്രീറ്റ് മെട്രിക് എന്ന് പറയുന്നത് ഇവിടെ എൻറ്റയർ R2 ആയിരിക്കും വരുന്നത്. കാരണം ഇവിടെ രണ്ട് തരത്തിലുള്ള പോയിൻറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. നമ്മളിവിടെ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ഈസ് ലെസ് ദാൻ 1 എന്ന് തന്നിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഈക്വൽ ടു പോയതോടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഉണ്ടായിരുന്ന ബൗണ്ടറി ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ലെസ് ദാൻ 1 എന്ന് വരുന്നു. ആ ഒരു സർക്കിളിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇന്നർ റീജിയൻ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ടാക്സി ക്യാബും മാക്സ് മെട്രിക്കും സെയിം കണ്ടീഷനാണ്. ഡിസ്ക്രീറ്റിൽ വരുമ്പോഴേക്കും 0,0 എന്ന് പറയുന്ന സിംഗിൾ ഐസൊലേറ്റഡ് പോയിൻ്റ് മാത്രമേ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുള്ളൂ. അടുത്ത് നമ്മൾ പിക്ടോറിക്കലി ആ ഒരു ഫംഗ്ഷന് റെപ്രസെൻറ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. റോ ഓഫ് എ കോമ ബിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. എന്താണ് റോ ഫംഗ്ഷൻ എന്നൊക്കെ നമ്മൾ നേരത്തെ നോക്കിയതാണ്. സോ ഇൻ്റഗ്രൽ മെട്രിക് വെച്ചിട്ട് പറയുമ്പോൾ ഡി ഓഫ് ജി കോമ എഫ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി മോഡ് ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതെന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിനും ജി ഓഫ് എക്സിനും അകത്ത് യൂണിറ്റ് ഏരിയ അറ്റ്മോസ്റ്റ് 1 യൂണിറ്റ് ഏരിയ വരുന്ന ഏരിയ ട്രാപ്ഡ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. അടുത്ത സുപ്രീമം മെട്രിക് എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് എ കോമ ബി സച്ച് ദാറ്റ് മോഡ് ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ആ റീജിയനാണ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത്. ഡിസ്ക്രീറ്റ് വരുന്ന സമയത്ത് എൻറ്റയർ ഫംഗ്ഷൻ സ്പേസ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് പ്രോബ്ലം വി ആർ ലുക്കിംഗ് ബി എന്ന് പറയുന്ന ഒരു സെറ്റ് such that x equal to ordered triplets x1, x2, x3 element of R3 such that it represents a sphere. ഇവിടെ ഒരു സ്പിയറിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ യൂഷ്വൽ, ടാക്സി ക്യാബ്, മാക്സ് ആൻഡ് ഡിസ്ക്രീറ്റ് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ യൂഷ്വൽ മെട്രിക് എന്ന് പറയുന്നത് ഡി ഓഫ് എക്സ് കോമ വൈ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ പ്ലസ് x3 മൈനസ് y3 ദ ഹോൾ സ്ക്വയർ. നമ്മുടെ യൂഷ്വൽ മെട്രിക്കിൽ റാൻഡം ആയിട്ട് 2 പോയിൻറ്റ്സ് എടുത്തിട്ട് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. സ്പിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലെഫ്റ്റ് ലൈൻ റൈറ്റ് ലൈൻ പോയിൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. സോ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടും. അടുത്ത് നമുക്ക് ടാക്സി ക്യാബ് മെട്രിക്കും മാക്സ് മെട്രിക്കും ഡിസ്ക്രീറ്റ് മെട്രിക്കും കണ്ടുപിടിക്കണം. ഡിസ്ക്രീറ്റ് മെട്രിക് എന്ന് പറയുന്നത് ഇവിടെ ഡയമീറ്റർ എന്ന് പറയുന്ന 1 ആയിരിക്കും, കാരണം എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു വൈ. അതുപോലെ തന്നെ മാക്സ് മെട്രിക് കണ്ടുപിടിക്കാനും ഇവിടെ ഉള്ള മോഡുലസ് ഡിസ്റ്റൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ അതും നമുക്ക് എന്തെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന നമ്മുടെ ടാക്സി ക്യാബ് മെട്രിക് കണ്ടുപിടിക്കാനാണ്. ഇവിടെ വരുമ്പോഴേക്കും മോഡ് x1 മൈനസ് y1 പ്ലസ് x2 മോഡ് x2 മൈനസ് y2 പ്ലസ് മോഡ് x3 മൈനസ് y3 എന്ന് പറയുന്ന ഗ്രേറ്റ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഇൻറ്റു മോഡ് x1 മൈനസ് y1 സ്ക്വയർ പ്ലസ് x2 മൈനസ് y2 സ്ക്വയർ പ്ലസ് x3 മൈനസ് y3 സ്ക്വയർ എന്ന് വരുന്നു. അതിനുശേഷം ഇതിനെ നമുക്ക് 2 ഇൻറ്റു x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൽ നിന്ന് നമ്മുടെ 2x1 y1 എന്ന് പറയുന്ന ടേമിൽ നിന്നുള്ള 2നെ മാത്രം നമ്മൾ എടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു എക്സ്പാൻഷനിൽ നിന്നുള്ള ബാക്കി ടേംസിൽ നിന്നാണ് നമ്മൾ 3 പുറത്തെടുത്ത് വെച്ചിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള രീതിയിൽ എഴുതുന്നത്. അവിടെ ഒരു 3 ടേംസ് വരും, 2xy 2yz അതുപോലെ തന്നെ 2xz. അതിൽ നിന്ന് നമ്മൾ 3 പുറത്തെടുത്ത് വെക്കുന്നു. അതിനുശേഷം 2xy അതുപോലെ തന്നെ
2x2 y2 2x3 y3 എന്ന് പറയുന്ന 3 ടേംസിൽ നിന്ന് നമ്മൾ 2 കോമൺ ആയിട്ട് വയ്ക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ഇൻറ്റു x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് y3 സ്ക്വയർ എന്ന് കിട്ടും. നമുക്കറിയാം ഈ ഒരു സ്പിയറിൽ x1 y1 x2 x3 എന്ന് പറയുന്ന പോയിന്റ് 1 ആണ്. സോ ഇത് ഫുള്ള് 1 ആവും, ഇതും 1 ആവും. സോ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് കിട്ടും. എന്നിട്ട് രണ്ട് സൈഡിൽ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴേക്കും നമുക്ക് മോഡുലസ് ഓഫ് x1 മൈനസ് y1 പ്ലസ് x2 മൈനസ് y2 പ്ലസ് x3 മൈനസ് y3 is less than or equal to 2√3 എന്ന് കിട്ടും. So here the required diameter will be 2√3.